അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം ഹൃദയത്തിലേറ്റിയ മഹാപണ്ഡിതന്മാർ എഴുതിയതാണ് മൗലൂദുകൾ. ഈ മൗലൂദ് ചൊല്ലാൻ ഖുർആനിലോ ഹദീസിലോ നമുക്ക് തെളിവുകളൊന്നും തന്നെ ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം വിരചിതമായിട്ടുള്ളത്. നേരെ മറിച്ച് സഹാബത്ത് അവരുടേതായ രീതിയിൽ ചില മൗലൂദുകൾ ചൊല്ലിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന് രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് നടന്നപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം വാളുയർത്തിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ കൊല്ലും, വെട്ടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള സ്നേഹം മാത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിക്കുന്നു, ആരും അത് വിമർശിക്കുന്നില്ല. രണ്ടാമത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം മദീന തന്നെ വിട്ടുപോയി. കുറേ കാലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ അവിടെയുള്ള സഹാബാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കൊടുക്കൂ എന്ന്. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി, അള്ളാഹു അക്ബറിൽ തുടങ്ങി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ വരി എത്തിയപ്പോൾ അദ്ദേഹം മോഹാലസ്യപ്പെട്ടു വീണു. അദ്ദേഹത്തിന് പിന്നീടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ളൊരു മൗലൂദായിരുന്നു. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹമാണ് അവിടെയും പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മൗലൂദ് ചൊല്ലുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല.